+1 ക്ലാസ്സിലെ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പെർമുട്ടേഷൻ എന്ന കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങും കോമ്പിനേഷൻ എന്നുള്ള പാഠഭാഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നതിന് ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ABC എന്ന് പറയുന്ന 3 പ്ലേസസ് നമ്മൾ കൺസിഡർ ചെയ്യുക. എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് 2 ways ഉണ്ട്. ബിയിൽ നിന്ന് സിയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് 3 ways ഉണ്ടെന്ന് വിചാരിക്കുക. ഹിയർ 2 ways ആൻഡ് ഹിയർ 3 ways. The number of ways for traveling A to C, എയിൽ നിന്ന് സിയിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എത്ര തരത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാം? ദാറ്റ് ഈസ് 2 into 3, ദാറ്റ് ഈസ് 6 ways ഉണ്ട്. 6 രീതിയിൽ നമുക്ക് എയിൽ നിന്ന് സിയിലേക്ക് പോകാം. നമുക്ക് നോക്കി അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു ഇവന്റ് m വേസിലും അനദർ ഇവന്റ് n വേസിലും ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദി ഇവന്റ്സ് ഇൻ ദി ഗിവൺ ഓർഡർ ഈസ് m into n. അപ്പോൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ട്. 2 ഇവന്റ്സിന് പകരം 3 ഇവന്റ് ഒരുപക്ഷെ നമുക്ക് വരികയാണെങ്കിൽ m into n into p. ഇപ്പോൾ ഫസ്റ്റ് ഇവന്റ് m ways ആൻഡ് സെക്കൻഡ് ഇവന്റ് n ways, തേർഡ് ഇവന്റ് p waysലാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസീസ് m into n into p. ഓർത്ത് വയ്ക്കും. പ്രോബ്ലംസ് നോക്കാം. Find the number of 4-letter words with or without meaning which can be formed out of the letters of the word rose where the repetition of the letters is not allowed. Rose എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉപയോഗിച്ച് how many 4-letter words ഫോം ചെയ്യാം? അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ലെറ്റർ R ആവണമെന്നില്ല, O വെച്ച് നമുക്ക് തുടങ്ങാം. എങ്ങനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. അതിന് മീനിങ് ഒന്നും പ്രശ്നമില്ല, റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് 4 പ്ലേസസ് ആണ് അലൗട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? 4 സ്ഥലങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് പ്ലേസിൽ ഈ 4 എണ്ണത്തിൽ ഏത് ലെറ്റർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ 4 ചോയ്സസ് ഉണ്ട്. എനിക്ക് ആദ്യത്തെ ബോക്സിൽ ഒരു ലെറ്റർ എഴുതാനായിട്ട് 4 ചോയ്സസ് ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ ഒരു ലെറ്റർ എഴുതാനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു ലെറ്ററിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ഞാൻ എഴുതി അത് റിമൂവ് ചെയ്തു. ബാക്കി 3 ലെറ്റേഴ്സിൽ നിന്ന് ഏത് ലെറ്റർ വേണമെങ്കിൽ എനിക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് 3 ചോയ്സ് ഉണ്ട്. നമ്പർ ഓഫ് ചോയ്സസ് ഈസ് 3. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ലെറ്ററും കൂടി റിമൂവ് ചെയ്തു. റിമൈനിങ് 2 ലെറ്റേഴ്സിൽ നിന്ന് ഏത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ എടുത്ത് എഴുതാം. ദെൻ നമ്പർ ഓഫ് ചോയ്സസ് ഈസ് 2. ഒരു ലെറ്ററും കൂടി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇനി ഒരെണ്ണല്ലേ ഉള്ളൂ. നമ്പർ ഓഫ് ചോയ്സസ് എന്ന് പറയുന്നത് 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഈസ് 4 into 3 into 2 into 1. Answer is 24. 24 is the answer. അടുത്ത question. Given 4 flags of different colors, how many different signals can be generated if a signal requires the use of 2 flags, one below the other? 4 ഫ്ലാഗുകൾ നമ്മുടെ കൈവശമുണ്ട്. ഇതിൽ നിന്ന് ഒരു സിഗ്നൽ ഉണ്ടാക്കാനായിട്ട് 2 ഫ്ലാഗുകൾ ആവശ്യമുള്ളൂ. 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം മതി. അപ്പോൾ എനിക്ക് 2 എണ്ണത്തിന് ഞാനൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. ആദ്യം ഞാനൊരു ഏതെങ്കിലും ഒരു കളർ, എനിക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ചോയ്സസ് എന്ന് പറയുന്നത് 4 എണ്ണത്തിൽ നിന്ന് ഏത് വേണമെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാം അല്ലേ? ഞാൻ റെഡാണ് ചൂസ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് 4 ചോയ്സസ് ഉണ്ടായിരുന്നു. സോ നമ്പർ ഓഫ് ചോയ്സസ് ഈസ് 4. ഇനി ഒരു ഫ്ലാഗും കൂടി വേണം സിഗ്നൽ ഫോം ചെയ്യാനായിട്ട്. 1 below the other ആയിട്ടാണ് സിഗ്നൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ റിമൈനിങ് 3 ചോയ്സസ് ഉണ്ടായിരുന്നു അല്ലേ? 3 എണ്ണം ഇവിടെ ഉണ്ട്. 3-ൽ ഏത് വേണമെങ്കിൽ എനിക്ക് എടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് ചോയ്സസ് ഈസ് 3. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നൽസ് ഒക്കെ ഈസ് 4 into 3. 4 into 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ that's equal to 12. അടുത്തൊരു പ്രോബ്ലം നോക്കാം. How many 3-digit numbers can be formed using the digits 1, 2, 3, 4, 5 assuming that repetition of the digits is allowed? 3 അക്ക സംഖ്യയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ 1, 2, 3, 4, 5 എന്ന് പറയുന്ന 5 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 5 ലെറ്റേഴ്സിൽ റിപ്പീറ്റേഷൻ അലൗഡ് ആണോ? അല്ല. അലൗഡ് ആണ്. റിപ്പീറ്റേഷൻ ഈസ് അലൗഡ്.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏത് ലെറ്റർ വേണമെങ്കിൽ എഴുതാം. ഈ 5 എണ്ണത്തിൽ 1 എഴുതാം, 2 എഴുതാം, 3, 4 or 5. The number of choices is 5. And second boxൽ അടുത്ത ലെറ്റർ എനിക്ക് ഏത് 5 എണ്ണം വേണമെങ്കിൽ എഴുതാം, കാരണം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. Number of choices is 5. Again number of choices is 5. Final answer വരുന്നത് 5 into 5 into 5, that's equal to 125. അടുത്തത് repetition of the digits is not allowed. repetition allowed അല്ല എങ്കിൽ ഫസ്റ്റ് ലെറ്റർ നമുക്ക് 1, 2, 3, 4, 5 5 ചോയ്സസ് ഉണ്ട്. repetition allowed അല്ല. ആദ്യം ഞാൻ 5 ചോയ്സ് ഏതെങ്കിലും ലെറ്റർ എടുത്തു. പിന്നെ നോക്കുമ്പോൾ ബാക്കി അവിടെ 4 എണ്ണേ ഉണ്ടാവുള്ളൂ, കാരണം ഈ ലെറ്റർ വീണ്ടും എഴുതാനായിട്ട് പറ്റില്ല. number of choices is 4. then അടുത്ത number of choices 2 ലെറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 2 എണ്ണം കഴിഞ്ഞാൽ റിമൈനിങ് അവിടെ 2 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അവിടെ 3 ലെറ്റേഴ്സ് ഉണ്ട്. then next number of choices is 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 5 into 4 into 3, that's equal to 60 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. how many 3-digit even numbers can be formed from the digits 1, 2, 3, 4, 5, 6 if the digits can be repeated? ഈവൺ നമ്പേഴ്സ് എന്നുള്ള പ്രത്യേകത ഈ ഒരു പ്രോബ്ലത്തിലുണ്ട്. ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ഈവൺ നമ്പർ ആയിരിക്കണം. ഏത് ഈവൺ നമ്പേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് 2, 4, 6 3 ലെറ്റേഴ്സ് ഉണ്ട്, 3 ഡിജിറ്റ്സ് ആണ്. ഈ 3 ഡിജിറ്റ്സിൽ ഏത് വേണമെങ്കിൽ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ വരാം. ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ 6 വന്നാലും ഇതൊരു ഈവൺ നമ്പറാണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ചോയ്സസ് എന്ന് പറയുന്നത് എത്രയാണ്? 3. number of choices 3. അപ്പോൾ അത് ആദ്യം ഫില്ല് ചെയ്യാം. ഇനി ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഇവിടെ എഴുതിയ നമ്പർ നമുക്ക് വീണ്ടും എഴുതാം, യാതൊരു പ്രശ്നവുമില്ല. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഹിയർ ദി ടോട്ടൽ നമ്പേഴ്സ് ആർ 6 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ, 6 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം, അതുപോലെ അതിൽ ഏത് ലെറ്റർ വേണമെങ്കിൽ ഇവിടെയും എഴുതാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചോയ്സസ് എന്ന് പറയുന്നത് എത്ര വരും? 6 into 6 into 3, that's equal to 6 into 6 into 3, that's equal to 108. അടുത്തൊരു ക്വസ്റ്റ്യൻ. how many 4-letter code can be formed using the first 10 letters of the English alphabet if no letter can be repeated? 4-letter code can be formed using the letters of the English alphabet. 10 letters ABCD എന്ന് പറയുന്ന ആദ്യത്തെ 10 ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിച്ച് എത്ര 4-letter കോഡ് നമുക്ക് ഫോം ചെയ്യാം? ഈ കോഡ് ABCD എന്ന് പറഞ്ഞ ഒരു കോഡാണ്. അതുപോലെ പല രീതിയിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ എത്ര രീതിയിൽ നമുക്കത് ഫോം ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 10 ലെറ്റേഴ്സിൽ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്, റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ 10 ചോയ്സ് ഉണ്ട്. ഈ എഴുതിയ ലെറ്റർ എ ആണ് എഴുതിയെങ്കിൽ അത് വീണ്ടും എഴുതാനായിട്ട് പാടില്ല. അപ്പോൾ റിമൈനിങ് 9 ലെറ്റേഴ്സ് നമുക്കൊന്ന് ചൂസ് ചെയ്യാം. then 9. ആ 2 എണ്ണം നമുക്ക് വീണ്ടും എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരെണ്ണം കൂടി കുറഞ്ഞു 8. then നെക്സ്റ്റ് വരുന്നത് 7. then total number of ways is 10 into 9 into 8 into 7. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ആൻസർ ഈസ് 5040. how many 5-digit telephone numbers can be constructed using the digits 0 to 9 if each number starts with 67 and no digit appears more than once? 5-digit telephone numbers ആണ് ഫോം ചെയ്യുന്നത്. 2 എണ്ണം, ആദ്യത്തെ 2 എണ്ണം 67 നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 0 to 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും യൂസ് ചെയ്യാം. digits cannot be repeated. no digit appears more than 1. റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ 2 എണ്ണം നമ്മൾ ഓൾറെഡി 6, 7 എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 0 to 9 വരെയുള്ള 10 ഒക്കെ സംഖ്യകളിൽ 2 എണ്ണം പോയി കഴിഞ്ഞാൽ റിമൈനിങ് 8 എണ്ണേ കയ്യിലുള്ളൂ അല്ലേ? അപ്പോൾ 8 എണ്ണത്തിൽ ഏത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം. ആ എഴുതിയ നമ്പർ വീണ്ടും എഴുതരുത്. അപ്പോൾ വീണ്ടും ഒരെണ്ണം കുറഞ്ഞു. റിമൈനിങ് 7 ചോയ്സ്, അത് വീണ്ടും എഴുതരുത്. അപ്പോൾ വീണ്ടും ഒരെണ്ണം കുറഞ്ഞു. അടുത്തത് 6 ചോയ്സ് ആണ് വരിക. ആൻസർ എത്രയാണ് വരുന്നത്? 6 into 7 into 8. ആൻസർ ഈസ് 336. അടുത്തൊരു ക്വസ്റ്റ്യൻ. A coin is tossed 3 times and outcomes are recorded. How many possible outcomes are there? Coin toss ചെയ്യുമ്പോൾ നമുക്ക് 2 outcomes ആണ് വരുന്നത്. ഒന്നുകിൽ ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം.
അപ്പോൾ ഹെഡ് ഓർ ടെയിൽ എന്ന് പറയുമ്പോൾ 2 ചോയ്സസ് ആണ് ഒരു പ്രാവശ്യം ഇടുമ്പോൾ അല്ലേ. അടുത്ത പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോഴും 2 ചോയ്സ്, എഗെയിൻ 2 ചോയ്സ്. ആൻസർ എത്രയാണ് വരുന്നത്? 2 × 2 × 2 ദാറ്റ്സ് ഈക്വൽ ടു 8. ഇത്രയാണ് നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ്. ഇത് എല്ലാ പ്രോബ്ലംസും നമുക്കൊരു അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പെർമുട്ടേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. ഇനി വരുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഫാക്ടോറിയൽ നൊട്ടേഷൻ അല്ലെങ്കിൽ ഫാക്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് n നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1 2 3 4 എക്സെട്ര അപ് ടു n വരെയുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് n ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 4 × 3 × 2 × 1 വരെയുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഫാക്ടോറിയൽ ആണെങ്കിൽ 4 × 3 × 2 × 1. അഗെയിൻ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 3 × 2 × 1. 2 factorial ആണെങ്കിൽ 2 × 1. 1 factorial is same as 1 and 0 factorial is defined as 1. ശ്രദ്ധിക്കുക, 0 factorialന്റെ വാല്യൂ 1 ആണ്. ഇത്രയാണ് ഫാക്ടോറിയലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 5 factorial is same as 5 × 4 factorial. കാരണം 4 factorial എന്ന് പറയുമ്പോൾ 1 2 3 4 വരെ വന്നു അല്ലേ. നമുക്ക് ഇങ്ങനെ എഴുതാം. Again 5 × 4 × 3 factorial എന്ന് എഴുതാം അല്ലേ. ഇതുപോലെ n ഫാക്ടോറിയൽ എന്ന് പറയുന്നതിന് നമുക്ക് n × അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ n - 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. And this is same as n × n - 1 × n - 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. This is same as n × n - 1 × n - 2 × n - 3 ഫാക്ടോറിയൽ. ചില പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നൊട്ടേഷനും സിംപ്ലിഫിക്കേഷനും ആവശ്യമായിട്ട് വരും, ഓർത്ത് വയ്ക്കുക. ഫാക്ടോറിയലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ അറിയാം. 5 × 4 × 3 × 2 × 1 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 5 × 3 × 2 × 1 that's equal to 120. 7 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 7 × 6 × 5 × 4 × 3 × 2 × 1. Answer is 5040. കാൽക്കുലേറ്ററിൽ നോക്കുക, കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. 7 ഫാക്ടോറിയൽ - 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വാല്യൂസും സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, അല്ലാതെ 2 ഫാക്ടോറിയൽ അല്ല. അതറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 4920. അടുത്തൊരു പ്രോബ്ലം 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 2 3 എക്സെട്ര അപ് ടു 7. 5 ഫാക്ടോറിയൽ ഈസ് 1 2 3 എക്സെട്ര അപ് ടു 5. അപ്പോൾ ഈ 7 ഫാക്ടോറിയൽ നമുക്ക് 7 × 6 × 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ. 7 × 6 × 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. 5 factorial get cancelled. 7 × 6. Answer is 42. അടുത്തൊരു പ്രോബ്ലം 12 factorial by 10 factorial into 2 factorial. 12 factorial is 12 × 11 × 10 factorial നമുക്ക് എഴുതാം. Divided by denominator is 10 factorial into 2 factorial is 1 × 2 that is 2. 10 factorial 10 ഫാക്ടോറിയൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 12 × 11 ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. അതോടെ 66 ആണ് നമുക്ക് ആൻസർ വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ വേർ n equal to 5 and r equal to 2. n equal to 5, then substituting we get 5 factorial divided by r equal to 2, 2 factorial into 5 minus 2 factorial, that is equal to 5 factorial by 2 factorial into 3 factorial. 5 factorial നകത്ത് 3 factorial വരും അല്ലേ. പിന്നെ വരുന്നത് 4 × 5 ആണ്. അത് നമുക്ക് എഴുതിയാൽ മതി. 4 × 5 3 factorial വരെ ക്യാൻസൽ ചെയ്ത് പോയി. 2 factorial is 1 × 2.
സിംപ്ലിഫൈ ചെയ്യുക, നമുക്ക് ആൻസർ 10 എന്ന് കിട്ടും. ഈ ഭാഗത്ത് നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സിൻ്റെ വാല്യൂ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഫാക്ടോറിയൽ എന്നുള്ള ഭാഗത്ത് നിന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ ഫാക്ടോറിയലിൻ്റെ കൺസെപ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയലിന് എനിക്ക് 9 × 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. That's equal to x by 10 ഫാക്ടോറിയലിന് എനിക്ക് 10 × 9 × 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 8 ഫാക്ടോറിയൽ is a common factor. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1/1 plus 1/9 equal to x by 10 × 9. Simplifying, cross multiplies and simplify. 1 plus 9/9 equal to x by 90. 9 is a common factor in the denominator. Then 10/1 equal to x by 10. Cross multiply and we get x is equal to 10 × 10, 100. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളതാണ്. അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ള ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ചെയ്ത് പഠിക്കുക.